ഉത്രട്ടാതി നക്ഷത്രം പൂർണ്ണമായും മീനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. രാശ്യാധിപൻ വ്യാഴവും കളത്രസ്ഥാനാധിപൻ ബുധനും നക്ഷത്രാധിപൻ ശനിയുമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയിൽ കളത്രസ്ഥാനത്ത് ശുഭഗ്രഹസ്ഥിതിയും യോഗവും ദൃഷ്ടിയും ചന്ദ്രന് നല്ല ബലവുമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി സൗമ്യതയും ക്ഷമയും വിദ്വത്വവും പ്രതിഭയും കുലമഹിമയും ശരിതെറ്റുകളെക്കുറിച്ച് നല്ല ബോധമുള്ളവരും സ്വന്തം സ്വഭാവത്തിൽ എന്തു വിട്ടുവീഴ്ചയ്ക്കും മടിയില്ലാത്തവരും ജീവിത പങ്കാളിയെ ഒരു നല്ല സുഹൃത്തും വഴികാട്ടിയും ഗുരുവുമൊക്കെയായി കാണുന്നവരുമാകും. ഇവരുടെ അനുരഞ്ജന മനോഭാവവും സുതാര്യമായ പെരുമാറ്റവും ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ തിളക്കവും മഹിമയും നൽകി മനോഹരതയിലെത്തിക്കും. ജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിജയിക്കുന്നവരും രണ്ടാം ഭാഗത്തിൽ അതിലേറെ തിളക്കമേറിയ ജീവിതം കൈവരിക്കുന്നവരുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ കളത്രസ്ഥാനത്ത് പാപഗ്രഹങ്ങളുടെ സ്ഥിതിയോ യോഗമോ ദൃഷ്ടിയോ നീചസ്ഥിതിയോ വന്നാൽ ദാമ്പത്യം അത്ര ശോഭനമായിരിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഭൂരിപക്ഷം ഉത്രട്ടാതി നാളുകാർക്കും വിവാഹശേഷം രണ്ടാം വർഷത്തിലായിരിക്കും സന്താനങ്ങൾ ഉണ്ടാകുക. ഒന്നിൽ കൂടുതൽ സന്താനങ്ങളും ഉണ്ടാവാം. ഇവരുടെ സന്താനങ്ങൾ ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ശരിതെറ്റുകളെക്കുറിച്ച് നല്ല ബോധമുള്ളവരും സ്വന്തം സ്വഭാവത്തിൽ എന്തു വിട്ടുവീഴ്ചകൾക്കും മടിയില്ലാത്തവരും സമൂഹത്തിൽ യശസ്സും അംഗീകാരം നേടുന്നവരും മാതാപിതാക്കളെക്കാൾ പ്രഗത്ഭരുമായി തീരും. എന്നാൽ ഗ്രഹസ്ഥിതിയിൽ സന്താനഭാവത്തിൽ ശുഭയോഗങ്ങളുടെ സ്ഥിതി ദൃഷ്ടി യോഗം എന്നിവ കൂടിയുണ്ടായാൽ സന്താനങ്ങൾ പ്രശസ്തിയുടെ ഉന്നതിയിലെത്തുന്നവരുമാകും. എന്നിരുന്നാലും സന്താനഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ സ്ഥിതി യോഗം ദൃഷ്ടി എന്നിവ വന്നാൽ സന്താനഭാവത്തിലെ ബലക്ഷയം മൂലം മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ കുറവ് വരുമെന്ന് മാത്രമല്ല അവരെക്കൊണ്ട് പലവിധ ബുദ്ധിമുട്ടുകൾക്കും ഇടവന്നേക്കാം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ദേവത അഹിർബുദ്ധിനിയാണ്. അഹിർബുദ്ധിനി എന്നാൽ ശിവൻ. ശിവനെ നിത്യവും ഭജിച്ചാൽ ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരവും ദോഷഫലങ്ങൾക്ക് ശമനവും ഉണ്ടാകും.